60 വർഷത്തെ കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ കാലാവധി കഴിഞ്ഞും അധികാരത്തിലിരിക്കാൻ കഴിഞ്ഞ ഒരേ ഒരു സർക്കാരായിരുന്നു 1970-77 കാലത്തെ സി അച്യുതമേനോൻ മന്ത്രിസഭ. ആ അസാധാരണമായ രാഷ്ട്രീയ സ്ഥിരതയുടെ കാരണം തെരഞ്ഞെടുപ്പുകളെല്ലാം ഒഴിവാക്കപ്പെട്ട അടിയന്തരാവസ്ഥ കാലമായിരുന്നു. പക്ഷേ അടിയന്തരാവസ്ഥ പിൻവലിക്കുകയും തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ കാര്യങ്ങൾ നേരെ തിരിഞ്ഞു. രാഷ്ട്രീയ സ്ഥിരതയ്ക്ക് പകരം കടുത്ത രാഷ്ട്രീയ അസ്ഥിരത കേരളത്തിലും നിറഞ്ഞു. 1950കളിലെയും 60കളിലെയും കേരള രാഷ്ട്രീയത്തിൻ്റെ കഥാനായകൻ EMS നമ്പൂതിരിപ്പാടായിരുന്നെങ്കിൽ 70കളുടെ താരം സംശയമില്ല കെ കരുണാകരനായിരുന്നു. എന്നാൽ 70കളുടെ അവസാനം മുതൽ 5 വർഷക്കാലത്തെ നായകൻ അറക്കൽ പറമ്പിൽ കുര്യൻ ആന്റണി എന്ന AK ആന്റണിയാണ്. ആന്റണിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ വലിയ ഉയർച്ചകൾക്കും അമ്പരപ്പിക്കുന്ന കരണം മറിച്ചിലുകൾക്കും ഈ കാലം സാക്ഷിയായി. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിൽ ജ്ഞാനസ്നാനം ലഭിച്ച ആന്റണി CPMന്റെ സഖ്യകക്ഷിയായി ഭരിച്ചു. എന്നാൽ അധികം വൈകാതെ തന്നെ CPM ബന്ധവും അവസാനിപ്പിച്ച് തിരിച്ച് കോൺഗ്രസിലേക്കും ക്രമേണ ഇന്ദിരാഗാന്ധിയിലേക്കും ആന്റണി മടങ്ങുന്നതും ഈ കാലം കണ്ടു. ആന്റണി രാഷ്ട്രീയം ഒരു പൂർണ്ണ വൃത്തം പൂർത്തിയാക്കിയ 5 വർഷം. ജനാധിപത്യവും തെരഞ്ഞെടുപ്പുകളുമൊക്കെ ഇന്ദിരാഗാന്ധി എന്നേക്കും അവസാനിപ്പിച്ചു എന്നായിരുന്നു അടിയന്തരാവസ്ഥക്കാലത്തെ തോന്നൽ. പക്ഷേ കരാള ഭരണം 21 മാസം പൂർത്തിയായപ്പോഴേക്കും അടിയന്തരാവസ്ഥ പിൻവലിക്കുകയും 1977 മാർച്ചിൽ ദേശീയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ത്യൻ ജനാധിപത്യത്തിന് തന്നെ എക്കാലത്തെയും വലിയ അഭിമാനം നൽകിയതായിരുന്നു ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം. അടിയന്തരാവസ്ഥയ്ക്കെതിരെ അന്ന് ഇന്ത്യ വിധിയെഴുതി. ഇന്ദിരാഗാന്ധിയും മകൻ സഞ്ജയ് ഗാന്ധിയും അടക്കം കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ആദ്യമായിട്ടായിരുന്നു കോൺഗ്രസിന് ഇന്ത്യൻ ഭരണം നഷ്ടമാകുന്നത്. പക്ഷേ വിചിത്രമായിരുന്നു കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം. തിരുവനന്തപുരത്ത് 65-ഉം ചിറയൻകീഴിൽ 70% പോളിംഗ്. കോൺഗ്രസ് നയിച്ച ഐക്യജനാധിപത്യ മുന്നണിക്ക് ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയം കേരളം സമ്മാനിച്ചു. 140-ൽ 111 സീറ്റ് അവർ തൂത്തുവാരി. അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവുമായി അണിനിരന്ന CPMനും സഖ്യകക്ഷികൾക്കും ഞെട്ടിപ്പിക്കുന്ന പരാജയമായിരുന്നു. ആകെ CPM മുന്നണിക്ക് 29 സീറ്റ് മാത്രം. 68 സീറ്റിൽ മത്സരിച്ച CPMന് വെറും 17. സഖ്യകക്ഷികളായ ജനതയ്ക്ക് 6, അഖിലേന്ത്യാ ലീഗിന് 3. EMS പോലും ആലത്തൂരിൽ അന്ന് രക്ഷപ്പെട്ടത് വെറും 1999 വോട്ടിനായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് വിധി ഇന്ത്യയാകെ ശ്രദ്ധിച്ചു. കാരണങ്ങളെപ്പറ്റി വ്യാപകമായ ചർച്ചകൾ നടന്നു. ആഭ്യന്തരമന്ത്രി കസേരയിലിരുന്ന് ഫലത്തിൽ മുഖ്യമന്ത്രിയായി താൻ ഭരിച്ച 7 വർഷത്തിന്റെ ജനകീയ അംഗീകാരം എന്ന അഭിമാനത്തോടെ കെ കരുണാകരൻ തന്റെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിച്ചു. മാർച്ച് 25-ന് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു. അടിയന്തരാവസ്ഥയിൽ കൊല്ലപ്പെട്ട രാജന്റെ അച്ഛൻ പ്രൊഫസർ ഈശ്വര വാര്യർ ഹൈക്കോടതിയിൽ നൽകിയ കേസിൽ വിധി വന്നു. രാജൻ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടതാണെന്ന് സർക്കാർ കോടതിയിൽ അറിയിച്ചതോടെ നാടാകെ ഇളകിമറിഞ്ഞു. രാജനെ കസ്റ്റഡിയിലെടുത്തിട്ടില്ലെന്ന് കരുണാകരൻ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് അസത്യമെന്ന് തെളിഞ്ഞപ്പോൾ കരുണാകരൻ 1 മാസം മാത്രം ഉപവിഷ്ടനായ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് രാജിവെച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള കരുണാകരൻ്റെ പിൻഗാമിയെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ തിരുവനന്തപുരത്ത് ആരംഭിച്ചു. കോൺഗ്രസിൽ ഒരുപാട് അഭിപ്രായങ്ങൾ ഉയർന്നു. പക്ഷേ AICCയുടെ പ്രതിനിധിയായി തിരുവനന്തപുരത്തെത്തിയ C സുബ്രഹ്മണ്യത്തിന് പഥ്യം AK ആന്റണിയോടായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായി അന്ന് 36-കാരനായിരുന്ന AK ആന്റണി ആദ്യത്തെ അവിവാഹിതനായ മുഖ്യമന്ത്രിയും അദ്ദേഹം തന്നെയായി. തൻ്റെ രാഷ്ട്രീയ വ്യക്തി ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് അന്നോടെ ആരംഭിക്കുന്നതെന്ന് ആന്റണി അപ്പോൾ ഓർത്തിരിക്കില്ല. കരുണാകരൻ മന്ത്രിസഭയിലെ 14 അംഗങ്ങളെ തന്നെ ആന്റണിയും മന്ത്രിമാരാക്കി. 6 മാസത്തിന് ശേഷം ആന്റണി കഴക്കൂട്ടത്ത് നിന്ന് ജയിച്ചു. പക്ഷെ അടിയന്തരാവസ്ഥയും
അതിൻ്റെ ശില്പിയായ ഇന്ദിരയും പരാജയപ്പെട്ടതോടെ ദേശീയ കോൺഗ്രസിനുള്ളിലെ സമവാക്യങ്ങൾ മാറാൻ ആരംഭിച്ചു. 1977 മെയ് മാസം നടന്ന AICC സമ്മേളനത്തിൽ പഴയ ഇന്ദിരാഭക്തർ കൂട്ടത്തോടെ മറുകണ്ഠം ചാടി. ഇന്ദിരയ്ക്കെതിരെ നിറയൊഴിച്ച ആ യുവ തുർക്കികളിൽ 2 മലയാളികൾ ഉണ്ടായിരുന്നു, KP ഉണ്ണികൃഷ്ണനും വയലാർ രവിയും. അന്ന് കേരളത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ ദേശീയ നേതാവായിരുന്നു പത്രപ്രവർത്തകനായി ദില്ലിയിലെത്തി ഉയരങ്ങൾ കീഴടക്കിയ ഉണ്ണികൃഷ്ണൻ. നേതൃത്വത്തോട് തെറ്റി ഇന്ദിര AICC വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചു. 1978 ജനുവരി 1 കോൺഗ്രസ് വീണ്ടും പിളർന്നു. ഇന്ദിര കോൺഗ്രസ് രൂപം കൊണ്ടു. കരുണാകരൻ ഇന്ദിരയ്ക്കൊപ്പം നിന്നു. വക്കം പുരുഷോത്തമൻ, KG അടിയോടി, TH മുസ്തഫ, MM ജേക്കബ്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, യൂത്ത് കോൺഗ്രസിൽ നിന്ന് G കാർത്തികേയൻ, KSUവിൽ നിന്ന് രമേശ് ചെന്നിത്തല തുടങ്ങിയവരൊക്കെയായിരുന്നു ഇന്ദിര കോൺഗ്രസിന്റെ ഒപ്പം. ഇന്ദിര വിരുദ്ധർ പിന്നീട് ആന്റണി പക്ഷക്കാരായ നേതാക്കളായിരുന്നു. ആന്റണി മുഖ്യമന്ത്രിയായതോടെ ഒഴിഞ്ഞ KPCC അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പിൽ ഈ ഭിന്നതകൾ പ്രതിഫലിച്ചു. ഇന്ദിരാവിരുദ്ധ ഔദ്യോഗിക പക്ഷം വരദരാജൻ നായരെയും ഇന്ദിരാപക്ഷം CM സ്റ്റീഫനെയും സ്ഥാനാർത്ഥികളാക്കി. പക്ഷെ ജയിച്ചത് ഇന്ദിരാ വിരുദ്ധ പക്ഷത്തിന്റെ വരദരാജൻ നായരായിരുന്നു. ഇതോടെ 2 പക്ഷങ്ങൾ തമ്മിൽ ഭിന്നത രൂക്ഷമായി. പാർട്ടി പിളർന്നു. ഇന്ദിരാ ഗ്രൂപ്പ് KM ചാണ്ടിയെ പുതിയ KPCC അധ്യക്ഷനായി പ്രഖ്യാപിച്ചു. അതോടെ ഇന്ദിരാ ഗ്രൂപ്പുകാർ UDFിൽ നിന്ന് പിന്തള്ളപ്പെട്ടു. ആന്റണി ക്രമേണ ശക്തമായ ഇന്ദിരാവിരുദ്ധ നിലപാടിലേക്ക് വരികയായിരുന്നു. അത് പൊട്ടിത്തെറിച്ചത് കർണാടകത്തിലെ ചിക്കമംഗലൂരിലെ ഉപതെരഞ്ഞെടുപ്പോടെയായിരുന്നു. ഇന്ദിര അവിടെ സ്ഥാനാർത്ഥിയായി സ്വയം പ്രഖ്യാപിച്ചു. അതിനെ തുറന്നെതിർത്ത കോൺഗ്രസ് നേതാക്കളിൽ പ്രമുഖനായിരുന്നു മുഖ്യമന്ത്രി ആന്റണി. പക്ഷേ ഹൈക്കമാൻഡ് തീരുമാനിച്ചത് ഇന്ദിരയെ തന്നെ പിന്തുണയ്ക്കാനായിരുന്നു. അത് കേട്ടപാടെ ആലുവയിലെ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടി റദ്ദാക്കി കോപാകുലനായി ആന്റണി തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. ഔദ്യോഗിക വസതിയായ അജന്തയിലെത്തിയ ഉടൻ KPCC പ്രസിഡന്റ് വരദരാജൻ നായരെ വിളിച്ച് ആന്റണി ഒരു വലിയ സ്ഫോടനത്തിന് തിരികൊളുത്തി. മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് രാജിവെക്കുകയാണെന്നായിരുന്നു ആന്റണിയുടെ പ്രഖ്യാപനം. ആന്റണി ഒഴിഞ്ഞതോടെ CPI നേതാവും വ്യവസായ മന്ത്രിയുമായിരുന്ന PK വാസുദേവൻ നായരായി മുഖ്യമന്ത്രി. CPIയിൽ നിന്നുള്ള 2ാമത്തെ മുഖ്യമന്ത്രി. ഏറെക്കാലം പാർലമെന്റിൽ പ്രവർത്തനം നടത്തിയ ശേഷം കേരളത്തിലേക്ക് മടങ്ങിയ PKവിയുടെ ആദർശഭരിതവും മാന്യവുമായ സജീവ സാന്നിധ്യം ആരംഭിച്ചു. ദേശീയ തലത്തിൽ ഇന്ദിരാ കോൺഗ്രസ് വീണ്ടും പിളർന്നു. ഇന്ദിരയെ എതിർത്ത കർണാടക മുഖ്യമന്ത്രി ദേവരാജ് അരശ് പുതിയ കോൺഗ്രസ് ഉണ്ടാക്കി, കോൺഗ്രസ് U അഥവാ അരശ്. ദേശീയ തലത്തിൽ പാർട്ടിയില്ലാതിരുന്ന കേരളത്തിലെ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള ഇന്ദിരാവിരുദ്ധ പക്ഷം അരശ് കോൺഗ്രസിൽ ചേർന്നു. പക്ഷെ ദേശീയ തലത്തിൽ അപ്പോൾ മറ്റൊരു വലിയ സഖ്യനീക്കം നടക്കുകയായിരുന്നു, ഇടതുപക്ഷ ഐക്യമെന്ന സഖ്യം. 1967 തകർന്ന ഈ സഖ്യം 10 വർഷത്തിനു ശേഷം പുനർജനിച്ചു. ഇന്ദിരയെയും അടിയന്തരാവസ്ഥയെയും പിന്തുണച്ച് തെറ്റായിപ്പോയെന്ന് CPI വിലയിരുത്തി. തുടർന്ന് CPMഉം CPIയും RSPയും ഫോർവേഡ് ബ്ലോക്കും ചേർന്ന് ഇടത് മുന്നണി രൂപം കൊണ്ടു. പുതിയ ഇടത് ഐക്യത്തിന്റെ ഭാഗമായി CPI കേരളത്തിലെ ഭരണമുന്നണിയിൽ നിന്ന് രാജിവെക്കാൻ തീരുമാനിച്ചു. PKV മുഖ്യമന്ത്രി പദം ഉപേക്ഷിച്ചു. പ്രതിപക്ഷ നേതാവുമായി. മുസ്ലിം ലീഗിന് അന്ന് വീണ് കിട്ടിയത് ചരിത്രപ്രധാനമായ ഒരവസരമാണ്. 20 വർഷം മുമ്പ് വരെ മലബാറിലെ ഏതാനും പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിന്ന മുസ്ലിം ലീഗ് കേരളത്തിന് ഒരു മുഖ്യമന്ത്രിയെ സമ്മാനിച്ചു. CH മുഹമ്മദ് കോയ അന്ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുസ്ലിം മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ചെറുകക്ഷികളുടെ ഒരു സർക്കാർ. CPMലേക്ക് പോകണമെന്നാഗ്രഹിച്ചവർ കോയ സർക്കാരിൻ്റെ പിന്തുണ നൽകുന്നതിനെതിരെ ശബ്ദമുയർത്തി തുടങ്ങി. KPCC സെക്രട്ടറി AC ഷൺമുഖദാസ് ആയിരുന്നു ഇതിൻ്റെ മുന്നിൽ. യൂത്ത് കോൺഗ്രസും CPM സഖ്യത്തിനു വേണ്ടി വാദിച്ചു. ഇന്നും ഇടതുപക്ഷത്ത് ഉറച്ചു നിൽക്കുന്ന AK ശശീന്ദ്രനായിരുന്നു അന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്. CPM നഖശിഖാന്തമെതിർത്ത ഇഷ്ടദാന ബിൽ പാസാക്കുക മുഖ്യ ലക്ഷ്യമായി കരുതിയ ആന്റണി CPM സഖ്യത്തിന് മടിച്ചു നിന്നു. പക്ഷെ ക്രമേണ KP ഉണ്ണികൃഷ്ണൻ, ആര്യാടൻ മുഹമ്മദ്, കടന്നപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയ വടക്കൻ കോൺഗ്രസുകാരും ഇടത് ബന്ധത്തിനായി രംഗത്ത് വന്നു. വിമോചന സമരത്തിൽ കണ്ട ചേരിതിരിവ്. ആദർശവാന്മാരുടെ ആ സംഘം ഇടതുപക്ഷത്തിനായി നിലനിന്നു. VM സുധീരനും അവർക്കൊപ്പമായിരുന്നു. ദില്ലിയിൽ KP ഉണ്ണികൃഷ്ണൻ അതിനകം ദേവരാജ് അരശും EMSുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കി.
ആന്റണിയെയും PC ചാക്കോയെയും അരശ് ദില്ലിയിലേക്ക് വിളിപ്പിച്ചു. ഇരുവരും തിരിച്ചെത്തിയത് ആദ്യമായി കോൺഗ്രസിന് CPM-ഉമായുള്ള ബന്ധം സ്ഥാപിക്കാനുള്ള ചരിത്രപ്രധാനമായ തീരുമാനവുമായിട്ടാണ്. പക്ഷേ ഈ ചാക്കിട്ടുപിടുത്തത്തിൻ്റെയും കുതികാൽ കച്ചവടത്തിൻ്റെയും ഇടയിൽ ഗവർണർ ജ്യോതി വെങ്കിടാചലം മന്ത്രിസഭ പിരിച്ചുവിട്ട് പ്രസിഡന്റ് ഭരണം പ്രഖ്യാപിച്ചു. അതിനിടെ കേന്ദ്രത്തിൽ ജനതാ പ്രസ്ഥാനം ഛിന്ന ഭിന്നമായതിനെ തുടർന്ന് ഇന്ദിര വീണ്ടും ശക്തയായിക്കൊണ്ടിരുന്നു. ഒരിക്കലും അധികാരത്തിലേക്ക് മടങ്ങിവരില്ലെന്ന് കരുതിയ ഇന്ദിര 1980 തെരഞ്ഞെടുപ്പിൽ വമ്പൻ തിരിച്ചുവരവ് നടത്തി. CPM നേതൃത്വത്തിലുള്ള മുന്നണിയിൽ CPI-യും RSPയും പുറമെ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് യു എന്ന അരശ് കോൺഗ്രസും ഉൾപ്പെട്ടു. ഇടതുപക്ഷത്തെ അധികായരായ MN ഗോവിന്ദൻ നായർ, N ശ്രീകണ്ഠൻ നായർ എന്നിവരും വയലാർ രവിയും അട്ടിമറിക്കപ്പെട്ടത് അമ്പരപ്പിക്കുന്നതായിരുന്നു. അന്നൊരു യുവാവായിരുന്ന നീലലോഹിതദാസനായിരുന്നു MN-നെ തിരുവനന്തപുരത്ത് അട്ടിമറിച്ചത്. കേന്ദ്രത്തിൽ ഇന്ദിര തിരിച്ചു വന്നതോടെ നേതാക്കൾ വീണ്ടും തിരിച്ചോട്ടം ആരംഭിച്ചു. അതിൽ സാക്ഷാൽ ദേവരാജ് അരശും ഉൾപ്പെട്ടത് കേരളത്തിലെ ആ പാർട്ടിയുടെ നേതാക്കളായ ആന്റണിയെയും കൂട്ടരെയും അന്ധാളിപ്പിച്ചു. അവർ പക്ഷേ ഇടതുപാളയം എന്നിട്ടും വിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതായാലും CPM, CPI, കോൺഗ്രസ് യു സഖ്യം വൻ വിജയം കൊയ്തു. CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന EK നായനാർ കേരള രാഷ്ട്രീയത്തിൽ നിറയുന്നത് അതോടെയാണ്. മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു. പക്ഷെ തുടക്കം മുതൽ CPM കോൺഗ്രസ് ബന്ധം സുഖമായില്ല. ഈ കാണുന്നതാണ് വേളി കായൽ തീരത്തെ പ്രശസ്തമായ യൂത്ത് ഹോസ്റ്റൽ. AK ആന്റണി എന്ന നേതാവിൻ്റെ വ്യക്തിജീവിതത്തിലും രാഷ്ട്രീയത്തിലും വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് സാക്ഷ്യം വഹിച്ചതാണ് ഈ മന്ദിരം. 1970-കളുടെ അവസാനം അദ്ദേഹം ഇന്ദിരാഗാന്ധിയോട് പിണങ്ങാനും CPM-ഉമായി ഐക്യപ്പെടാനും എടുത്ത തീരുമാനത്തിന് സാക്ഷിയായത് ഈ മന്ദിരമാണ്. 2 വർഷത്തിനകം തന്നെ ആ ബന്ധം അവസാനിപ്പിച്ച് CPM-ഉമായി വിട പറയുകയും തിരിച്ച് കോൺഗ്രസിലേക്കും തറവാട്ടിലേക്കും അദ്ദേഹം മടങ്ങാനെടുത്ത തീരുമാനവും ഈ മന്ദിരത്തിൽ നടന്ന സമ്മേളനത്തിലാണ് രൂപം കൊണ്ടത്. അതിനകം ദേശീയ തലത്തിൽ ദേവരാജ് അരശ് മറുകണ്ഠം ചാടിയതോടെ ശരത് പവാറായി ആന്റണി പക്ഷത്തിന്റെ നേതാവ്. പക്ഷെ ക്രമേണയായി വീണ്ടും ഇന്ദിര പാളയത്തിലേക്ക് ഒഴുക്കാരംഭിച്ചു. അതിനകം ആന്റണിയിലും ഘർ വാപ്പസി മോഹം ശക്തമായി തുടങ്ങിയിരുന്നു. വയലാർ രവി അപ്പോഴേക്കും കരുണാകരനിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരുന്നു. ഇന്ദിരാപക്ഷം ആന്റണിയെയും മാടി വിളിക്കാൻ ആരംഭിച്ചു. മാണി ഗ്രൂപ്പ് വീണ്ടും മറുകണ്ഠം ചാടി കോൺഗ്രസ് പക്ഷത്തിലേക്ക് എത്തിയതോടുകൂടി നായനാർ സർക്കാർ രാജിവെച്ചു. കോൺഗ്രസും CPM-ഉം തമ്മിൽ ചരിത്രത്തിൽ രൂപം കൊണ്ട ഒരേ ഒരു സഖ്യം ഏതാനും ദിവസങ്ങൾക്കകം തകർന്നു. ആന്റണിയും കൂട്ടരും വിട്ടുപോയിട്ടും ഇടതുപക്ഷത്ത് നിലയുറപ്പിച്ച കോൺഗ്രസ് എസ് കഥ ഇവിടെ തുടങ്ങുന്നു. കടുത്ത രാഷ്ട്രീയ അസ്ഥിരതയുടെ 5 വർഷമായിരുന്നു 1977 മുതൽ 82 വരെയുള്ള കേരള രാഷ്ട്രീയത്തിൻ്റെ കാലം. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം അടിയന്തരാവസ്ഥ കാലമൊഴിച്ച് ആദ്യമായി കാലാവധി തികയ്ക്കാൻ കഴിഞ്ഞ ഏക മന്ത്രിസഭയുടെ നേതാവായി K കരുണാകരൻ അധികാരത്തിലിരുന്നതാണ് 1982 മുതൽ 87 വരെയുള്ള കാലം. അടിയന്തരാവസ്ഥക്കാലത്തെ സർവ്വപ്രതാപിയായിരുന്ന K കരുണാകരൻ 70-കളുടെ അവസാനത്തോടെ ക്രമേണയായി രാഷ്ട്രീയത്തിൻ്റെ മുൻനിരയിൽ നിന്ന് പിന്നോട്ട് പോയി. പക്ഷേ തൻ്റെ നേതാവ് ഇന്ദിരാഗാന്ധിയെപ്പോലെ ഏതാനും വർഷങ്ങൾ കൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൻ്റെ കടിഞ്ഞാൺ ലീഡറുടെ കൈകളിൽ തന്നെ വന്നു ചേർന്നു. 1980-ൽ AK ആന്റണിയുടെയും KM മാണിയുടെയും മറ്റും പിന്തുണയോടെ അധികാരത്തിൽ വന്ന നായനാർ സർക്കാരിനെ ദുർബലപ്പെടുത്താനുള്ള വലിയ നീക്കങ്ങൾ അദ്ദേഹം ആരംഭിച്ചു. തൻ്റെ കൂടാരത്തിൽ നിന്ന് മറുകണ്ഠം ചാടിയ ഓരോ കക്ഷികളെയും ഓരോ നേതാക്കളെയും ഒന്നൊന്നായി കരുണാകരൻ ചാക്കിട്ട് പിടിച്ചു. കോൺഗ്രസ് എസിൽ ഉമ്മൻചാണ്ടിയെയും വയലാർ രവിയെയും പോലുള്ളവരും അദ്ദേഹത്തെ സഹായിച്ചു. RSPയിൽ നിന്ന് കടവൂർ ശിവദാസനെ ചാക്കിട്ട് പിടിച്ചതും കരുണാകരനായിരുന്നു. കോൺഗ്രസ് എസിൽ നിന്ന് ആന്റണിയും 15 MLA-മാരും ഇടതുപക്ഷം വിട്ടപ്പോൾ പാർട്ടി പിളർന്നു. കോൺഗ്രസ് എസിൽ അവശേഷിച്ച ചാക്കോയും 5 MLA-മാരും ഇടതുപക്ഷത്ത് തുടർന്നു. ആന്റണിയുടെ അവസരവാദത്തെ ഏറ്റവും ശക്തമായി ആക്ഷേപിച്ചത് PC ചാക്കോ തന്നെയായിരുന്നു.
25 സീറ്റ് കേരള കോൺഗ്രസിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ നൽകാമെന്ന് വാക്ക് നൽകിയായിരുന്നു കരുണാകരൻ അവസാനം വരെ ഇടതുപക്ഷത്തോടൊപ്പം എന്ന് പ്രഖ്യാപിച്ചിരുന്ന മന്ത്രിമാരായ മാണിയെയും അന്ന് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ആർ ബാലകൃഷ്ണപിള്ളയെയും ആകർഷിച്ചത്. ഇത് സംബന്ധിച്ച് കരുണാകരന്റെ പ്രിയ ചങ്ങാതി AICC ജനറൽ സെക്രട്ടറി കറുപ്പയ്യ മൂപ്പനാരുടെ ഒരു കത്ത് ഒരു ഉന്നത ഇന്റലിജൻസ് ഓഫീസർ കേരളത്തിലെത്തിച്ചു. കഴിഞ്ഞ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും പശ്ചിമ ബംഗാൾ ഗവർണറും പത്മശ്രീ ജേതാവുമൊക്കെയായ ഒറ്റപ്പാലം സ്വദേശി IPS ഉദ്യോഗസ്ഥൻ MK നാരായണനായിരുന്നു ആ ഉദ്യോഗസ്ഥൻ. മാണിയെ ഈ കത്ത് കരുണാകരൻ കാണിച്ചു. അപ്പോഴേക്കും മുമ്പേ കരുണാകരനൊപ്പം ഉണ്ടായിരുന്ന PJ ജോസഫ് പ്രതിഷേധിച്ചു. അപ്പോൾ ജോസഫിനോട് കരുണാകരൻ കണ്ണിറുക്കി കാണിച്ചു. പിള്ളയുടെ മന്ത്രിവസതിയായ മൻമോഹൻ പാലസ് ആയിരുന്നു കരുണാകരനും മാണിയും പിള്ളയും കൂടി നടത്തിയ ഈ ഗൂഢാലോചനകളുടെ സാക്ഷി. പ്രസിഡന്റ് ഭരണം 1 മാസം പിന്നിട്ടപ്പോഴേക്കും അന്നുവരെ പറഞ്ഞതെല്ലാം വിഴുങ്ങി ആന്റണി കോൺഗ്രസ് കരുണാകരനൊപ്പം ചേർന്ന് പുതിയ മന്ത്രിസഭ രൂപീകരിക്കാൻ നീക്കം തുടങ്ങി. ആന്റണി പക്ഷത്തെ ഭൂരിപക്ഷവും അതിനൊപ്പമായിരുന്നു. എന്നാൽ കേന്ദ്രത്തിൽ അധ്യക്ഷൻ ശരത് പവാർ, ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ എന്നിവർ അതിനെ എതിർത്തു. കേരളത്തിൽ നായനാർ സർക്കാരിൽ മന്ത്രിമാരായിരുന്ന ചാക്കോ, ഷൺമുഖദാസ് എന്നിവരും 4 MLA-മാരും ശക്തിയുക്തം അതിനെ എതിർത്തു. അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ദിരാഗാന്ധിയോടുള്ള എതിർപ്പിൽ ജനിച്ചു വീണ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന K. ഗോപാലൻ MLA കരുണാകരന്റെ ചാക്കിൽപ്പെട്ടു. കരുണാകരൻ ഉള്ളൂരിൽ താമസിച്ച വാടക വീടായിരുന്ന ബ്രദേഴ്സ് ഹൗസിലായിരുന്നു ഗൂഢാലോചനകൾ. നിയമസഭാ കക്ഷി നേതാവ് K. ചന്ദ്രശേഖരനോ ദേശീയ നേതാവ് അരങ്ങിൽ ശ്രീധരനോ ഒന്നും അറിഞ്ഞില്ല. പാർട്ടി പിളർന്നു. ഗോപാലൻ ജനത എന്നൊരു കക്ഷി രൂപം കൊണ്ട് കരുണാകരനൊപ്പം ചേർന്നു. അതോടെ കരുണാകരന് മന്ത്രിസഭ രൂപീകരിക്കാൻ വേണ്ട സീറ്റുകൾ കടുത്തെത്തി കാര്യങ്ങൾ. ഗവർണർ ജ്യോതി വെങ്കടചലമാകട്ടെ കാര്യമായി തന്നെ കരുണാകരനെ സർക്കാർ ഉണ്ടാക്കാൻ സഹായിച്ചു. പക്ഷേ സ്പീക്കർ AP കുര്യൻ അന്നും രാജിവെച്ചിരുന്നില്ല. 71 തികയ്ക്കാൻ ഒരു സീറ്റ് വീണ്ടും കുറവ്. നിയമസഭയിൽ ഒരേ ഒരു സ്വതന്ത്രനുണ്ടായിരുന്നു, പത്തനംതിട്ടയിലെ KK നായർ. മുൻ കമ്മ്യൂണിസ്റ്റായിരുന്ന നായർ CPM സീറ്റ് കൊടുക്കാത്തതിനെ തുടർന്ന് പ്രതിഷേധിച്ച് പാർട്ടി വിട്ട് ഒറ്റയ്ക്ക് സ്വതന്ത്രനായി ജയിച്ചതായിരുന്നു. നായരെ ചാക്കിട്ട കരുണാകരനോട് അദ്ദേഹം ഒറ്റ കണ്ടീഷനേ ഉള്ളൂ എന്ന് പറഞ്ഞു: പത്തനംതിട്ട എന്ന പുതിയ ജില്ല രൂപീകരിക്കണം. അത് എൻ്റെ വലതേ പിടിച്ച് പറഞ്ഞു, ഗുരുവായൂരപ്പൻ സത്യമായി നിങ്ങൾ ആവശ്യപ്പെട്ട ജില്ല ഞാൻ അനുവദിച്ചിരിക്കും എന്ന് തീർത്തു പറഞ്ഞു. അപ്പോൾ ഗുരുവായൂരപ്പനെ കുറിച്ച് കരുണാകരൻ സത്യപ്രതിജ്ഞ ചെയ്താൽ പിന്നെ അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ലീഡർ അക്കാര്യമേറ്റപ്പോൾ KK നായർ കരുണാകരനൊപ്പമെത്തി. അതോടെ സീറ്റ് 71. 1981 ഡിസംബർ 28-ന് കരുണാകരൻ വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. CH മുഹമ്മദ് കോയ ഉപമുഖ്യമന്ത്രി. കൊടുങ്കാറ്റടിച്ച ദിനങ്ങളായിരുന്നു അത്. ന്യൂനപക്ഷ സർക്കാർ എന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചു. നിയമസഭ ചേർന്ന ആദ്യ ദിവസം തന്നെ ഗവർണറുടെ പ്രസംഗം പ്രതിഷേധത്തിൽ മുങ്ങി. പ്രതിപക്ഷം സർക്കാരിനെതിരെ ആദ്യ ദിവസം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. വോട്ടിനിട്ടപ്പോൾ സീറ്റുകൾ ഇരുപക്ഷത്തും 1. അപ്പോഴാണ് ചരിത്രത്തിലാദ്യമായി സ്പീക്കർ തൻ്റെ കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിക്കുന്നത്. സ്പീക്കർ AC ജോസ് ആയിരുന്നു. ഒരു തവണയല്ല, പിന്നീട് വന്ന ദിനങ്ങളിൽ 8 തവണ സ്പീക്കർ AC ജോസ് തൻ്റെ കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിച്ചു. ജനാധിപത്യം പരിഹാസ്യമാകുന്നുവെന്ന് ദേശീയ മാധ്യമങ്ങളെല്ലാം എഴുതി. പക്ഷേ ആ സർക്കാരിനെ കാസ്റ്റിംഗ് മന്ത്രിസഭയെന്നും ആ സ്പീക്കറിനെ കാസ്റ്റിംഗ് സ്പീക്കർ എന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തി. സർക്കാർ 80 ദിവസത്തോളം പിന്നിട്ട വേളയിൽ മാർച്ച് 15-ന് ഉച്ചതിരിഞ്ഞ് പ്രതിപക്ഷ മുന്നണി കൺവീനർ PV കുഞ്ഞിക്കണ്ണൻ ഒരു പത്രസമ്മേളനം വിളിച്ചു. കേരള കോൺഗ്രസ് മാണിയുടെ ലോനപ്പൻ നമ്പാടൻ കരുണാകര മന്ത്രിസഭയ്ക്ക് തന്റെ പിന്തുണ പിൻവലിക്കുന്നെന്ന് പ്രഖ്യാപിച്ചു. തന്റെ അതേ അടവ് മറുപക്ഷം പ്രയോഗിച്ചപ്പോൾ ഞെട്ടിപ്പോയ കരുണാകരൻ 2 ദിവസം കൂടി പിടിച്ചു നിന്ന ശേഷം രാജിവെച്ചു. വീണ്ടും രാഷ്ട്രപതി ഭരണം. കേരളപ്പിറവിക്ക് ശേഷം ഉള്ള 4 നൂറ്റാണ്ട് കാലത്ത് ഏർപ്പെടുത്തപ്പെട്ട 7ാമത്തെ പ്രസിഡന്റ് ഭരണമായിരുന്നു അത്. മെയ് 19-നായിരുന്നു ഇടക്കാല തെരഞ്ഞെടുപ്പ്. കേരള ചരിത്രത്തിൽ ഏറ്റവുമധികം രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വന്നതായിരുന്നു ആ തെരഞ്ഞെടുപ്പ്. 25 പാർട്ടികൾ.
തന്ത്രകുതന്ത്ര വിശാരദനായ കരുണാകരന്റെ നേതൃത്വത്തിൽ 10 കക്ഷികളുള്ള മുന്നണി രൂപം കൊണ്ടു. മഴവിൽ മുന്നണിയായിരുന്നു അത്. തുടക്കം മുതൽ മുന്നണിക്കുള്ളിൽ അന്യോന്യം അടിപിടിയായി. മാണിയും ജോസഫും തമ്മിലായിരുന്നു ഏറ്റവും രൂക്ഷമായ ഏറ്റുമുട്ടൽ. ഇത്രയധികം സാമുദായിക വർഗീയ രാഷ്ട്രീയ കക്ഷികളുടെ ഒക്കെ പിന്തുണയുണ്ടായിട്ടും കോൺഗ്രസ് മുന്നണിക്ക് കിട്ടിയത് 77 സീറ്റ് മാത്രമായിരുന്നു. CPM മുന്നണിയിലാകട്ടെ അവശിഷ്ട പാർട്ടികളുടെ ഒരു സംഘമായിരുന്നു ഒപ്പമുണ്ടായിരുന്നത്. CPIയുടെ അധികായരായ PK വാസുദേവൻ നായരും PS ശ്രീനിവാസനും നേരിട്ട പരാജയം ഇടതുപക്ഷത്തിന് കനത്ത ആഘാതമായി. അത്ഭുതകരമായിട്ടുള്ള അട്ടിമറികളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി തൃശ്ശൂരെ മാളയിലും തിരുവനന്തപുരത്തെ നേമത്തും മത്സരിച്ച കെ കരുണാകരൻ 2ഇടത്തും വിജയിച്ചു. ഭാരതീയ ജനസംഘം BJPയായി പുനരവതാരം നേടിയ ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പായിരുന്നു അത്. അവർ 67 സീറ്റിൽ മത്സരിച്ച് 66ലും കെട്ടിവെച്ച തുക നഷ്ടപ്പെടുത്തി. BJPക്ക് കിട്ടിയ വോട്ട് 2.75% മാത്രം. പക്ഷേ ആ തെരഞ്ഞെടുപ്പോടെ കേരള രാഷ്ട്രീയം 2 മുന്നണികളിലായി പൂർണ്ണമായും ധ്രുവീകരിക്കപ്പെട്ടു. 1982 മെയ് 24 കരുണാകരൻ 3ാമത് മുഖ്യമന്ത്രിയായി. മുമ്പ് 2 കുറിയും തന്റെ മുഖ്യമന്ത്രി പദം ഹ്രസ്വായുസായി പോയതിനാൽ ഇഷ്ടദേവനായ ഗുരുവായൂരപ്പന് വിശേഷാൽ വഴിപാടുകൾ കരുണാകരൻ ചെയ്തിരുന്നു. സകല കക്ഷികളുടെയും കൂടാരമായിരുന്ന മുന്നണിക്ക് ജംബോ മന്ത്രിസഭ വേണ്ടി വന്നു. ആദ്യമായി 19 അംഗങ്ങളുള്ള മന്ത്രിസഭ അധികാരത്തിൽ വന്നു. സർക്കാർ അധികാരമേറി 6 മാസമായപ്പോൾ നവംബർ 17 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ സാന്നിധ്യത്തിൽ ആന്റണി കോൺഗ്രസ് ഐയിൽ നിരുപാധികം ലയിച്ചു. 3 വർഷം കൊണ്ട് ആന്റണി രാഷ്ട്രീയത്തിൽ ഒരു പൂർണ്ണവൃത്തം പൂർത്തിയാക്കുകയായിരുന്നു. കേന്ദ്രത്തിൽ നിന്ന് അവഗണന തുടർന്നാൽ പഞ്ചാബ് മോഡലിൽ കേരളത്തിലും തീവ്രവാദം വളരുമെന്ന മന്ത്രി R ബാലകൃഷ്ണപിള്ളയുടെ പ്രസംഗമായിരുന്നു ആദ്യത്തെ രാജിക്ക് വഴിവെച്ചത്. ഇതിന്റെ പേരിൽ വന്ന സ്വകാര്യ അന്യായം സ്വീകരിച്ച് ഹൈക്കോടതി പിള്ളയ്ക്ക് നോട്ടീസ് അയച്ചു. തുടർന്ന് 1985 ജൂൺ 5 പിള്ള രാജിവെച്ചു. പ്രായപൂർത്തിയാകാത്ത മകളെ വിവാഹം ചെയ്തയച്ചതിന് മന്ത്രി MP ഗംഗാധരൻ ഒഴിഞ്ഞതായിരുന്നു അടുത്ത രാജി. നവാബ് പത്രത്തിന്റെ അധിപനായിരുന്ന നവാബ് രാജേന്ദ്രൻ കോടതിക്ക് നൽകിയ പരാതിയിലായിരുന്നു കുന്നംകുളം മജിസ്ട്രേറ്റ് മന്ത്രിക്ക് സമൻസ് അയച്ചത്. SRP മന്ത്രി N ശ്രീനിവാസന്റെ ആയിരുന്നു അടുത്ത ഊഴം. അഴിമതി നിരോധന കമ്മീഷൻ മന്ത്രിക്കെതിരെ ഒരു അഴിമതി കേസിൽ പ്രഥമദൃഷ്ട്യാ കേസുണ്ടെന്ന് പരാമർശിച്ചപ്പോഴായിരുന്നു 86 മെയ് 30 ആ രാജി. കരുണാകരനെതിരെ നിരന്തരം കേസുകൾ നൽകി ഉറക്കം നഷ്ടപ്പെടുത്തിയ നവാബ് രാജേന്ദ്രൻ എന്ന ഏകാംഗ സൈന്യം കേരളത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്നത് അന്നാണ്. R ബാലകൃഷ്ണപിള്ളയുടെ കുപ്രസിദ്ധമായ ഗ്രാഫൈറ്റ് അഴിമതി കേസും MP ഗംഗാധരന്റെ കുഴൽ കുംഭകോണവും ആ മന്ത്രിസഭക്കാലത്താണ് ഉണ്ടായത്. മുസ്ലിം ലീഗിന്റെ ഏറ്റവും ജനപ്രിയനായ നേതാവ് ഡെപ്യൂട്ടി മുഖ്യമന്ത്രി CH മുഹമ്മദ് കോയയുടെ 1983 നിര്യാണമായിരുന്നു അക്കാലത്തെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം. പകരം ഔക്കാദർ കുട്ടി നഹയായി പുതിയ ഉപമുഖ്യമന്ത്രി. ഒഴിവ് വന്ന മന്ത്രിസ്ഥാനങ്ങളിൽ തച്ചടി പ്രഭാകരനും രമേശ് ചെന്നിത്തലയും മന്ത്രിമാരായി. അധികാര സ്ഥാനങ്ങളിലേക്കുള്ള ചെന്നിത്തലയുടെ പ്രവേശം. കരുണാകരന്റെ മാനസപുത്രനായി വന്ന 29കാരൻ രമേശ് കേരളം കണ്ട ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാവുകയായിരുന്നു. CPMലെ യുവതലമുറയുടെ ഹരമായിരുന്ന കരുത്തനായ നേതാവ് MV രാഘവനും പാർട്ടിയും തമ്മിൽ തെറ്റുന്നത് ഇക്കാലത്താണ്. RSSനെയും നക്സലൈറ്റുകളെയും ചെറുക്കാൻ CPMനെ നയിച്ച രാഘവൻ കരുണാകരൻ മന്ത്രിസഭയെ താഴെയിറക്കുന്നതിന് മുസ്ലിം ലീഗുമായും കേരള കോൺഗ്രസുമായും സഖ്യം ചേരണമെന്ന അഭിപ്രായക്കാരനായിരുന്നു. പക്ഷേ CPM നേതൃത്വം അതിനോട് യോജിച്ചില്ല. അതിനകം കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങിയെത്തി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച EMS നമ്പൂതിരിപ്പാട് ഈ വർഗീയ കക്ഷികളുമായി ഐക്യം പാടില്ലെന്ന നിലപാടിൽ ഉറച്ചുനിന്നു. പക്ഷേ 1985 എറണാകുളത്തെ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ രാഘവൻ ഈ ആവശ്യം ഉൾക്കൊണ്ട ബദൽ രേഖ ഉന്നയിച്ചു. പക്ഷെ രേഖ തള്ളപ്പെട്ടു. എന്നാൽ വാശിക്കാരനായ MVR പിന്മാറാൻ തയ്യാറായില്ല. പാർട്ടിയിൽ നിന്ന് അദ്ദേഹം സസ്പെൻഡ് ചെയ്യപ്പെട്ടു. പിന്നീട് നടന്നത് MVRും CPMും തമ്മിലുള്ള രൂക്ഷമായ താത്വികവും ശാരീരികവുമായ ഏറ്റുമുട്ടലായിരുന്നു. MVR പുതിയ പാർട്ടി രൂപീകരിച്ചു, CMP. ഒട്ടേറെ CPM പ്രവർത്തകർ MVRന്റെ ഒപ്പം ചേർന്നു. പക്ഷേ CPMൽ വലിയൊരു പിളർപ്പ് ഒഴിവാക്കുന്നതിന്
EMS നമ്പൂതിരിപ്പാടും സംസ്ഥാന സെക്രട്ടറി VS അച്യുതാനന്ദനും നാടുനീളെ പ്രസംഗ പര്യടനം നടത്തി. ആ മന്ത്രിസഭയുടെ കാലത്തെ ഏറ്റവും വലിയ കാഴ്ച സ്പീക്കർ VM സുധീരനും മുഖ്യമന്ത്രി കരുണാകരനും തമ്മിലുള്ള കടുത്ത ഏറ്റുമുട്ടലുകളായിരുന്നു. ആദ്യം സ്പീക്കറായിരുന്ന വക്കം പുരുഷോത്തമൻ 1984 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചതോടെയാണ് സുധീരന് സ്പീക്കർ സ്ഥാനം ലഭിച്ചത്. ആന്റണി പക്ഷക്കാരനായിരുന്ന സുധീരനാണ് കരുണാകരനുമായുള്ള ഗ്രൂപ്പ് യുദ്ധത്തിന്റെ ആദ്യ വെടിപൊട്ടിച്ചത്. മുഖ്യമന്ത്രി K കരുണാകരനും സ്പീക്കർ VM സുധീരനും തമ്മിലുള്ള സംഘർഷം അനുദിനം വളർന്നുകൊണ്ടേയിരുന്നു. അവകാശ സമിതി അധ്യക്ഷ സ്ഥാനത്ത് മുഖ്യമന്ത്രിക്ക് പകരം ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന മുസ്ലിം ലീഗിന്റെ ഹംസക്കുഞ്ഞിനെ സ്പീക്കർ നിയമിച്ചു. ഇത് വലിയ വിവാദമായപ്പോൾ ഹംസക്കുഞ്ഞ് സ്ഥാനമൊഴിഞ്ഞു. പകരം കോൺഗ്രസിന്റെ AC ജോസിനെ പാർട്ടി നിയോഗിച്ചു. AC ജോസ് ആന്റണി പക്ഷക്കാരനായിരുന്നെങ്കിലും കഴിഞ്ഞ കരുണാകരൻ സർക്കാരിനെ തൻ്റെ കാസ്റ്റിംഗ് വോട്ട് കൊണ്ട് താങ്ങി നിർത്തിയ അദ്ദേഹം കരുണാകരന് അഭിമതനായിരുന്നു. പക്ഷേ സുധീരൻ പൂർണ്ണമായും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവകാശ സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രിയെ എന്നേക്കുമായി അദ്ദേഹം മാറ്റി നിർത്തി. പക്ഷേ മുഖ്യമന്ത്രിയുടെ നോമിനിയായിരിക്കും ആ സ്ഥാനത്ത് വരിക എന്നുള്ള ഒത്തുതീർപ്പിന് അദ്ദേഹം സമ്മതം മൂളി. അന്നു മുതൽ ഏറെക്കാലം സുധീരനും കരുണാകരനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുകയും അതൊരു വലിയ തകർച്ചയിലേക്ക് എത്തുകയും ചെയ്ത കാലമായിരുന്നു പിന്നീടുണ്ടായത്.